നേർവീഥി നേർവീഥി നേർവീഥി. ഇവാഞ്ചലിസ്റ്റ് കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. യിരെമ്യാ പ്രവചനം 10-ാം അധ്യായം. ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. ഇസ്രായേൽ ഗൃഹമേ, യഹോവ നിങ്ങളോട് അരുളി ചെയ്യുന്ന വചനം കേൾപ്പീൻ. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ജാതികളുടെ വഴി പഠിക്കരുത്, ആകാശത്തിലെ ലക്ഷണങ്ങൾ കണ്ട് ഭ്രമിക്കരുത്. ജാതികളല്ലയോ അവ കണ്ട് ഭ്രമിക്കുന്നത്? ജാതികളുടെ പട്ടണങ്ങൾ മിഥ്യാമൂർത്തിയെ സംബന്ധിക്കുന്നു, ജാതികളുടെ ചട്ടങ്ങൾ മിഥ്യാമൂർത്തിയെ സംബന്ധിക്കുന്നു. അതൊരുവൻ കാട്ടിൽ നിന്ന് വെട്ടിക്കൊണ്ട് വന്ന മരവും ആശാരി മാച്ചിക്കൊണ്ട് ചെയ്ത പണിയും അത്രേ. അവർ അതിനെ വെള്ളിയും പൊന്നും കൊണ്ട് അലങ്കരിക്കുന്നു. അത് ഇളകാതെ ഇരിക്കേണ്ടതിന് അവർ അതിനെ ആണിയും ചുറ്റികയും കൊണ്ട് ഉറപ്പിക്കുന്നു. അവ വെള്ളരിത്തോട്ടത്തിലെ തൂണുപോലെയാകുന്നു. അവ സംസാരിക്കുന്നില്ല. അവയ്ക്ക് നടപ്പാൻ പൊങ്കിയായിക കൊണ്ട് അവയെ ചുമന്നുകൊണ്ട് പോകണം. അവയെ ഭയപ്പെടരുത്. ഒരു ദോഷവും ചെയ്യാൻ അവയ്ക്ക് കഴിയുകയില്ല, ഗുണം ചെയ്യാനും അവയ്ക്ക് പ്രാപ്തിയില്ല. യഹോവേ, നിന്നോട് തുല്യനായവൻ ആരുമില്ല. നീ വലിയവനും നിന്റെ നാമം ബലത്തിൽ വലിയതുമാകുന്നു. ജാതികളുടെ രാജാവേ, ആർ നിന്നെ ഭയപ്പെടാതെ ഇരിക്കും? അത് നിനക്ക് യോഗ്യമല്ലോ. ജാതികളുടെ സകല ജ്ഞാനികളിലും അവരുടെ സകല രാജ്യങ്ങളിലും നിന്നോട് തുല്യനായവൻ ആരുമില്ല. അവർ ഒരുപോലെ മൃഗപ്രായരും പോഷന്മാരും ആകുന്നു. മിഥ്യാമൂർത്തികളുടെ ഉപദേശം മരമുട്ടിയത്രേ. തർസീസിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളിയും ഊപ്പാസിൽ നിന്നുള്ള പൊന്നും അടിച്ചു പരത്തുന്നു. അത് കൗശല പണിക്കാരൻ്റെയും തട്ടാൻ്റെയും കൈപ്പണി തന്നെ. നീലവും രക്താംബരവും അവയുടെ ഉടുപ്പ്. അവയൊക്കെയും കൗശല പണിക്കാരുടെ പണിയത്രേ. യഹോവയോ സത്യദൈവം, അവൻ ജീവനുള്ള ദൈവവും ശാശ്വത രാജാവും തന്നെ. അവൻ്റെ ക്രോധത്താൽ ഭൂമി നടുങ്ങുന്നു. ജാതികൾക്ക് അവൻ്റെ ഉഗ്രകോപം സഹിപ്പാൻ കഴിയുകയില്ല. ആകാശത്തെയും ഭൂമിയെയും നിർമ്മിക്കാത്ത ദേവന്മാരോ ഭൂമിയിൽ നിന്നും ആകാശത്തിന് കീഴിൽ നിന്ന് നശിച്ചു പോകും എന്നിങ്ങനെ അവരോട് പറവീൻ. അവൻ തൻ്റെ ശക്തിയാൽ ഭൂമിയെ സൃഷ്ടിച്ചു, തൻ്റെ ജ്ഞാനത്താൽ ഭൂമണ്ഡലത്തെ സ്ഥാപിച്ചു, തൻ്റെ വിവേകത്താൽ ആകാശത്തെ വിരിച്ചു. അവൻ തൻ്റെ നാദം പുറപ്പെടുവിക്കുമ്പോൾ ആകാശത്ത് വെള്ളത്തിൻ്റെ മുഴക്കം ഉണ്ടാകുന്നു. ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് അവൻ ആവി കയറ്റുന്നു. മഴയ്ക്ക് മിന്നൽ ഉണ്ടാക്കി തൻ്റെ ഭണ്ഡാരത്തിൽ നിന്ന് കാറ്റ് പുറപ്പെടുവിക്കുന്നു. ഏതു മനുഷ്യനും മൃഗപ്രായനും പരിജ്ഞാനമില്ലാത്തവനുമാകുന്നു. തട്ടാന്മാരൊക്കെയും വിഗ്രഹം നിമിത്തം ലജ്ജിച്ച് പോകുന്നു. അവർ വാർത്തുണ്ടാക്കിയ വിഗ്രഹം വ്യാജമത്രേ, അവയിൽ ശ്വാസവുമില്ല. അവ മായയും വ്യർത്ഥപ്രവൃത്തിയും തന്നെ. സന്ദർശനകാലത്ത് അവ നശിച്ചു പോകും. യാക്കോബിൻ്റെ ഓഹരിയായവൻ അവയെപ്പോലെ അല്ല. അവൻ സർവ്വത്തെയും നിർമ്മിച്ചവൻ. ഇസ്രായേൽ അവൻ്റെ അവകാശ ഗോത്രം. സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവൻ്റെ നാമം. ഇസ്രായേലിനുണ്ടാകാൻ പോകുന്ന പ്രവാസം അവരുടെ വിഗ്രഹ സേവ നിമിത്തമാകയാൽ വിഗ്രഹങ്ങളുടെ നിരർത്ഥക അവസ്ഥയും നിസ്സഹായ അവസ്ഥയും തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് പിന്തിരിയുവാനുള്ള ആഹ്വാനമാണ് ഈ അധ്യായം. മരംവെട്ടുകാരൻ കാട്ടിൽ നിന്ന് കൊണ്ടുവന്ന തടി ആശാരി വാളുകൊണ്ട് അറുത്ത് മുറിക്കുന്നു. അതിന് കൗശലപ്പണിക്കാരൻ രൂപം കൊത്തുന്നു. തർസീസിൽ നിന്ന് കൊണ്ടുവരുന്ന വെള്ളിയും ഊപ്പാസിൽ നിന്നുള്ള പൊന്നും അതിനെ അലങ്കരിക്കുന്നു. ആണിയും ചുറ്റുകയും കൊണ്ട് അതിനെ ഇളകാതെ ഉറപ്പിക്കുന്നു. അതിനെ രക്താംബരം ധരിപ്പിക്കുന്നു, വസ്ത്രം ധരിപ്പിക്കുന്നു. കുളിപ്പിക്കാൻ കാക്കാനൊക്കെ ആൾ വേണം. അതിന് ചെവിയുണ്ട്, പക്ഷെ കേൾക്കാനാവില്ല. കണ്ണുണ്ട്, കാണാനാവില്ല. നാവുണ്ട്, സംസാരിക്കാനാവില്ല. കാരണം അതിന് ജീവനില്ല. അത് വെള്ളരിത്തോട്ടത്തിലെ തൂണുപോലെയാണ്. അതിനെ ആളുകൾ എടുത്തോണ്ട് പോകണം. അങ്ങനെയുള്ള മനുഷ്യൻ്റെ ശില്പവിദ്യ ആയ സങ്കല്പ ദൈവത്തെ, വിഗ്രഹത്തെ അല്ല ആരാധിക്കേണ്ടത്. അവയ്ക്ക് ദോഷം ചെയ്യാൻ സാധിക്കുകയില്ല, ഗുണവും ചെയ്യാൻ സാധിക്കുകയില്ല എന്നാണ് 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത്. എന്നാൽ യഹോവ ജീവനുള്ള
സത്യദൈവമാണ്. കേൾക്കാൻ കഴിയും, നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ കഴിയും, നമ്മുടെ ബുദ്ധിമുട്ട് സങ്കടവും കാണാൻ കഴിയും, നമ്മുടെ ഉള്ളിലെ സങ്കടങ്ങൾ മനസ്സിലാക്കാൻ കഴിയും, നമ്മോട് ക്ഷമിക്കുവാനുള്ള മനസ്സുണ്ട്, നമ്മളെ സഹായിക്കാനുള്ള ശക്തിയും സത്യദൈവത്തിനുണ്ട്. എന്നാൽ ദൈവം നിഷേധികളോട് ദൈവം കോപിക്കും. ഭൂമിയെയും ആകാശഗോളങ്ങളെയും സൃഷ്ടിച്ച ദൈവമാണ് മിന്നലും ഇടിയും ഉണ്ടാക്കുന്നത്. വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്നവർ അത് കണ്ടും കേട്ടും പേടിക്കുകയാണ്. എന്നാലും അവർ യഹോവയെ തിരിച്ചറിയുന്നില്ല. അതാണ് 10 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ നാം വായിച്ചത്. ദൈവത്തെ അറിഞ്ഞ ഇസ്രായേൽ ജാതികളുടെ മിഥ്യാമൂർത്തികളെ സേവിക്കുന്നതിനാൽ ദൈവം അവരെ ഒരു കവണയിലെ കല്ല് എന്ന പോലെ ദൂരേക്ക് എറിഞ്ഞു കളയും. അതാണ് 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ പറയുന്നത്. വടക്ക് നിന്ന് ദൈവം ഒരു ശത്രുവിനെ വരുത്തി യഹൂദയെ ഉന്മൂലനാശം വരുത്തും എന്ന് 22, 23 വാക്യങ്ങൾ പറയുന്നു. അവസാന വാക്യം പറയുന്നത് ജനം പറയുകയാണ്, എന്നെ കോപത്തോടെയല്ല ന്യായത്തോടുമേ എടെ ശിക്ഷിക്കണമേ എന്ന്. പ്രിയപ്പെട്ടവരെ, ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം ഇസ്രായേൽ ലഭിച്ചതുപോലെ വേറെ ആർക്കും ലഭിച്ചിട്ടില്ല. ദൈവം സീനായ് മലയിൽ ഇറങ്ങി വന്നപ്പോൾ അവർ ഭയപ്പെട്ടു. മിന്നലും നാദവും കാഹളനാദവും വാക്കുകളുടെ ശബ്ദവും അതുപോലെ കൂരിരുട്ടും എല്ലാം ഉണ്ടായപ്പോൾ വാസ്തവത്തിൽ ദൈവത്തെ അവരടുത്ത് മനസ്സിലാക്കിയതാണ്. ദൈവത്തിൻ്റെ കൽപ്പനകൾ അവർക്ക് ദൈവം കല്ലിൽ എഴുതി കൊടുത്തതാണ്. പക്ഷേ അവർ ആദ്യമൊക്കെ ദൈവത്തെ ബഹുമാനിച്ചു, ദൈവവചനത്തെ ബഹുമാനിച്ചെങ്കിലും ക്രമേണ അവർ ജാതികളോട് ഇടകലർന്നു, ജാതികളുമായിട്ടുള്ള വിവാഹ ബന്ധത്തിലേർപ്പെട്ടു. അതുവഴിയാകാം ജാതികളുടെ വിഗ്രഹങ്ങളോടും അവർക്ക് വിശ്വാസവും താല്പര്യവും ഉണ്ടായി. ദൈവം അതുകൊണ്ട് അവരെ ശിക്ഷിക്കാൻ പോവുകയാണ്. അതാണ് യിരെമ്യാവ് സകല കവലകൾ തോറും വീഥികൾ തോറും വിളിച്ചു പറയുന്നത്. നിങ്ങൾ മാനസാന്തരപ്പെടുക, വിഗ്രഹങ്ങളെ ഉപേക്ഷിക്കുക, നിങ്ങൾ യഹോവയിലേക്ക് തിരിയുക, എങ്കിൽ നിങ്ങൾക്ക് നന്മയുണ്ടാകും. അല്ലെങ്കിൽ ദൈവം നിങ്ങളെ ഒരു കവണയിലെ കല്ലെന്ന പോലെ ദൂരേക്ക് വലിച്ചെറിയും. ഇതായിരുന്നു യിരെമ്യാവിൻ്റെ സന്ദേശം. പക്ഷേ അത് കേൾക്കാൻ, അംഗീകരിക്കാൻ പ്രമാണികളോ സാധാരണക്കാരോ തയ്യാറായില്ല. പുരുഷന്മാരോ സ്ത്രീകളോ തയ്യാറായില്ല. വൃദ്ധരോ ബാലരോ തയ്യാറായില്ല. അതുകൊണ്ട് അവരെല്ലാവരും ശിക്ഷിക്കപ്പെടുവാനിടയായിത്തീർന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവിനെ കുറിച്ചുള്ള പരിജ്ഞാനം ലഭിച്ച നാം അതനുസരിച്ച് കർത്താവിനെ സ്നേഹിക്കുകയും ഭയപ്പെടുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ബാലശിക്ഷ ഉണ്ടാകും എന്നാണ് ഈ തിരുവെഴുത്തെല്ലാം പഠിപ്പിക്കുന്നത്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.